ഗുഡ് മോർണിംഗ്. മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസിലെ തേർഡ് മൊഡ്യൂളിലെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്, അതായത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ഇൻഡെക്സിങ്, എന്താണ് ഇൻഡെക്സിങ്, അതുപോലെ തന്നെ എന്താണ് ഇൻഡെക്സിങ് ചെയ്യേണ്ട ഡിഫറെൻറ്റ് പാർട്സ്, കൂടാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ് ഏതെല്ലാമാണ്, അതിൽ ഡയറക്റ്റ് ഇൻഡെക്സിങ് ഓർ റാപ്പിഡ് ഇൻഡെക്സിങ് അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സിമ്പിൾ ഓർ പ്ലെയിൻ ഇൻഡെക്സിങ് എന്ന് പറയുന്ന മെത്തേഡും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് എന്ത് ചെയ്യാണ്ട് സിലബസ് പ്രകാരം പഠിക്കാനുള്ളതാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ഒരു മില്ലിംഗ് മെഷീനിൽ ഒരു സ്പാർ ഗിയറിനെ കട്ട് ചെയ്യുക, അതിലുള്ള സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് എന്തെല്ലാമാണ്, കൂടാതെ മില്ലിംഗ് മെഷീൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെസിഗ്നേഷൻ എങ്ങനെയാണ് നമ്മൾ പറയുക, ആ കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇന്ന് നോക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഈ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സിമ്പിൾ ഓർ പ്ലെയിൻ ഇൻഡെക്സിങ്? ഇൻഡെക്സിങ് എന്താണ് എന്നുള്ളത് ഇന്നലത്തെ ക്ലാസ് കേട്ട കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. വാട്ട് ഈസ് ഇൻഡെക്സിങ് എന്നുള്ളത് സിമ്പിളി ഒന്നും കൂടി പറയുകയാണ്. ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മില്ലിംഗ് മെഷീനിൽ നമുക്കിപ്പോൾ ഒരു വർക്ക് പീസ് ഉണ്ട്. ആ വർക്ക് പീസിനെ അതിൻ്റെ സർക്കംഫറൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർ പെരിഫറിനെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഓഫ് ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡെക്സിങ് എന്ന് പറയുന്ന, അതാണ് ആ ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് ചെയ്യാം. അതിലൊന്നായിരുന്നു ഡയറക്റ്റ് ഓർ റാപ്പിഡ് ഇൻഡെക്സിങ്. അതിൽ മറ്റൊന്നാണ് എന്ത്, സിമ്പിൾ അല്ലെങ്കിൽ പ്ലെയിൻ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഈ രണ്ട് പേര് ഓർത്തിരിക്കാനുണ്ടോ, സിമ്പിൾ ഓർ പ്ലെയിൻ ഇൻഡെക്സിങ്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സിമ്പിൾ ഇൻഡെക്സിങ് എന്നാവാം അല്ലെങ്കിൽ പ്ലെയിൻ ഇൻഡെക്സിങ് എന്നാവാം. അത് രണ്ടും ഓർത്തിരിക്കുക, പേര് രണ്ടും. ഓക്കെ, അപ്പോൾ എന്താണ് സിമ്പിൾ ഓർ പ്ലെയിൻ ഇൻഡെക്സിങ്? It is more accurate and permits the division of circumference into more number of parts than direct indexing. ഡയറക്റ്റ് ഇൻഡെക്സിങ്ങിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഇവിടെ ഔട്ടർ പെരിഫറിനെ അല്ലെങ്കിൽ ഈ സർക്കംഫറൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എണ്ണം, അതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന എണ്ണം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ കുറവാണ്. ഓക്കെ, വളരെ കുറഞ്ഞ നമ്പർ ഓഫ് ഡിവിഷൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അവിടെ നമുക്ക് മാക്സിമം ഡിവൈഡ് ചെയ്യാൻ പറ്റുക 24 ആയിരുന്നു. 24 വരെയായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നത്, ഡിവൈഡ് ചെയ്യാൻ പറ്റിയിരുന്ന ഡിവിഷൻ. അപ്പോൾ ആ ഒരു ഇത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർകം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിവിഷൻ നടത്താൻ കഴിയും, സർക്കംഫറൻസിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കൂടുതൽ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർക്കംഫറൻസിനെ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അവിടെ ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു. ആ മെക്കാനിസം എന്താണ്, ഇൻഡെക്സിങ് ഹെഡ് മെക്കാനിസം എന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു ക്രാങ്ക് നമ്മളവിടെ കണ്ടതാണല്ലേ, അവിടെ ഒരു ക്രാങ്ക് ഉണ്ടായിരിക്കും. ആ ക്രാങ്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, എല്ലാ ഇൻഡെക്സിങ്ങിലും ആ ക്രാങ്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രാങ്കിൻ്റെ കൂടെയുള്ള വേം ഷാഫ്റ്റും വേമും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ആ വേം അതിൻ്റെ വേം വീലുമായിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, മെഷ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കുക. അതുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേം ഷാഫ്റ്റ് കറങ്ങുമ്പോൾ വേം കറങ്ങും, വേം കറങ്ങുമ്പോൾ ആരും കറങ്ങും, കൂട്ടത്തിൽ വേം വീലും കറങ്ങും. അതിൽ ഈ വേമും അതുപോലെ തന്നെ വേം വീലും തമ്മിൽ ഒരു ടീത്ത് റേഷ്യോ ഉണ്ട്. ആ ടീത്തിൻ്റെ റേഷ്യോനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വേം കറങ്ങുമ്പോൾ എത്ര വട്ടമാണ് വേം വീല് കറങ്ങുക എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. അപ്പം നമ്മളിവിടെ സിമ്പിൾ ഓർ പ്ലെയിൻ ഇൻഡെക്സിങ്ങിന് ഉപയോഗിക്കുന്ന വേം ആൻഡ് വേം വീലില് വേം വീലിൻ്റെ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 40 ആണ് വരിക. ഓക്കെ, നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് 40 ആണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മൾ ഒരു സിമ്പിൾ ഇൻഡെക്സിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഫിഗറാണിത്. ഒന്നുമില്ല, ഇതാണ് നമ്മുടെ ഇൻഡെക്സ് പ്ലേറ്റ്. ഇതാണ് ഇത്. ഇൻഡെക്സ് പ്ലേറ്റ്. ഇത് നമ്മുടെ ക്രാങ്ക് ആണ്. 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 ഇത് നമ്മുടെ
ഇത് ക്രാങ്ക് പിന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ക്രാങ്ക് പിന്നാണ്. ഇത് സ്പ്രിംഗ് ലോഡഡ് പിന്നാണ്. ഓക്കെ, ഇത് ഈ കറസ്പോണ്ടിങ് ഈ ഇൻഡെക്സ് പ്ലേറ്റിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുകയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇൻഡെക്സ് പ്ലേറ്റ്. ഇത് നമ്മുടെ വോം ഷാഫ്റ്റ് അല്ലെങ്കിൽ വർക്ക് സ്പിൻഡിൽ എന്ന് പറയും. ഇത് നമ്മുടെ വേം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ക്രൂ ത്രെഡ് പോലെയുള്ള ഒരു ഗിയറാണിത്. ഓക്കെ, അതുമായിട്ട് മെഷ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അത് ഈ കാണുന്ന വേം വീല്. അപ്പോൾ വേം എങ്ങനെ കറങ്ങുന്നോ, വേം കറങ്ങുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആര് കറങ്ങുന്നത്, ഈ വേം വീല് കറങ്ങാം. വേം വീല് എങ്ങനെയാണ് കറങ്ങുക, വേം വീലിൽ എത്ര നമ്പർ ഓഫ് ടീത്ത് ആണോ അതിലുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ വേം വീൽ എന്ത് ചെയ്യുന്നത് ഇവിടെ കടന്ന് കറങ്ങുക. വേം വീലിൻ്റെ വേം സ്പിൻഡിലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വേം സ്പിൻഡിലായിരിക്കും നമ്മുടെ വർക്ക് പീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമുക്ക് മില്ല് ചെയ്യേണ്ട വർക്ക് പീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹാൻഡിലിൽ നമ്മളൊരു റൊട്ടേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്ന റൊട്ടേഷൻ എത്രയാണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഗിയർ ആ റൊട്ടേഷൻ ഈ വേം വീലിന് കിട്ടും, വേമിന് കിട്ടും. വേമിൽ നിന്ന് എവിടേക്ക് കിട്ടും, വേം വീലിന് കിട്ടും. വേം വീലിന് പക്ഷേ കിട്ടുന്നത് എന്താണ്, ഇവിടെ കിട്ടുന്ന അതേ റൊട്ടേഷൻ തന്നെ എന്ത് ചെയ്യില്ല, ഇവിടെ കിട്ടില്ല. ഇതൊരു വട്ടം കറങ്ങുമ്പോൾ വേം വീല് കംപ്ലീറ്റ് ഒരു വട്ടം കറങ്ങില്ല. ഇത് എത്ര കറങ്ങുള്ളൂ, ഇതിൽ എത്ര നമ്പർ ഓഫ് ടീത്ത് ആണോ ഉള്ളത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കറങ്ങുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ അല്ലെങ്കിൽ പ്ലെയിൻ ഇൻഡെക്സിങ്ങിൽ ഉപയോഗിക്കുന്ന വേം വീലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് 40 ഉണ്ടായിരിക്കുള്ളൂ. 40 ടീത്താണ് എന്തുണ്ടാവുക, ഈ വേം വീലിന് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കറക്കുകയാണ്. ഈ നമ്മുടെ ഇൻഡെക്സ് പ്ലേറ്റിന് എന്ത് ചെയ്യും, ഈ പിന്ന് ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലോക്ക് ചെയ്യും. എന്നിട്ട് ഈ ഇൻഡെക്സ് പ്ലേറ്റിനെ ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് കറക്കുകയാണ്. അങ്ങനെ കറക്കുന്ന സമയത്ത് ഈ വേം എന്ത് ചെയ്യും, ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യും. ഇത് ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എത്ര വട്ടമാണ് റൊട്ടേറ്റ് ചെയ്യുക, ഇതിനാകെ 40 ടീത്താണുള്ളത്. ഇത് എന്ത് ചെയ്യും, 40 ടീത്തിൽ അല്ലേ. അപ്പോൾ ഇതൊരു വട്ടം നമ്മുടെ വേം ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്താൽ നമ്മുടെ വേം വീല് റൊട്ടേറ്റ് ചെയ്യുക 1/40 ടേണേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. 1/40 ടേൺ എന്ത് ചെയ്യുള്ളൂ, റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അതിനർത്ഥം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വേം വീല് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇൻഡെക്സ് പ്ലേറ്റ് അല്ലെങ്കിൽ ഈ കാണുന്ന ഇൻഡെക്സ് പ്ലേറ്റ് അല്ലെങ്കിൽ ഈ ഹാൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, 40 വട്ടം റൊട്ടേറ്റ് 40 കംപ്ലീറ്റ് റൊട്ടേഷൻ ഇവിടെ കൊടുത്താലേ ഇതെന്ത് ചെയ്യുള്ളൂ, ഇത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഇവിടെ സാധ്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് ഒരു വട്ടം കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ 40 വട്ടം നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. 40 വട്ടം നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് 40 വട്ടം റൊട്ടേറ്റ് ചെയ്താലാണ് ഇത് ഒരു വട്ടം കറങ്ങുക. ഇതൊരു വട്ടം കറങ്ങിയാലേ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ഇതിലാണ് നമ്മളെ വർക്ക് പീസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ വേം സ്പിൻഡിലാണ് നമ്മളെ വർക്ക് പീസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഒരു വട്ടം കറങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ വേം വീലിൽ 40 ടീത്താണ് ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇത് സിമ്പിൾ ഓർ പ്ലെയിൻ ഇൻഡെക്സിങ് ആണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേം വീലിൽ 40 ടീത്താണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, 40 ടേൺസ് ഓഫ് ക്രാങ്ക് ആർ റിക്വയർഡ് ടു റൊട്ടേറ്റ് 1 കംപ്ലീറ്റ് റെവല്യൂഷൻ. അതായത് ക്രാങ്കിൻ്റെ 40 വട്ടം ക്രാങ്കിനെ റൊട്ടേറ്റ് ചെയ്താലേ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആര് കറങ്ങുള്ളൂ, വേം വീല് കറങ്ങുള്ളൂ. വേം വീല് കറങ്ങിയാലേ ആര് കറങ്ങുള്ളൂ, നമ്മുടെ വർക്ക് പീസ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കറങ്ങുള്ളൂ. ദസ് ദ 1 ടേൺ ഓഫ് ദ ക്രാങ്ക് റൊട്ടേറ്റ് ദ വർക്ക് പീസ് 1/40 ഓഫ് എ റെവല്യൂഷൻ ആണ്. ഒരു വട്ടം നമ്മൾ ക്രാങ്കിനെ കറക്കിയാൽ നമ്മളെ വർക്ക് പീസ് എന്ത് ചെയ്യുള്ളൂ, 40-ൽ ഒരു ഭാഗം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്കുള്ളൂ. 40-ൽ ഒരു ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കറങ്ങുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇൻഡെക്സ് പ്ലേറ്റ് വിത്ത് സർക്കിൾസ് ഓഫ് ഹോൾസ് ആർ നീഡഡ് വെൻ എ നമ്പർ ഓഫ് ദി ക്രാങ്ക് ഹാസ് എ ഫ്രാക്ഷണൽ വാല്യൂ. Index plate with circles of holes are needed when a number of the crank has a fractional value. അത് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ പറയാം. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞു 40 വട്ടം കറങ്ങിയാൽ എന്ത് ചെയ്യും,
ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് ഈക്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 40ൽ ഈ പറയുന്ന ആളെ ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഈ പറയുന്ന ഒരു സർക്കംഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 40 ഈക്വൽ ഡിവിഷൻ ആയിട്ട് ഡയറക്റ്റ്ലി ഈ ഇൻഡെക്സിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. കാരണം ആദ്യം ഒരു ഇതിട്ടിട്ട് ആദ്യം ഒരു കറക്കം കറക്കിയാൽ അത് എന്ത് ചെയ്യുള്ളൂ? 1/40 പോകുള്ളൂ. അടുത്ത കറക്കം കറക്കിയാൽ അടുത്ത 2/40, അടുത്ത കറക്കം കറക്കിയാൽ 3/40. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 40 ടീത്ത് വരെ എന്ത് ചെയ്യാം? ഇതിൽ കട്ട് ചെയ്തെടുക്കാം. 40 ടീത്ത് വരെ വിത്തൗട്ട് എനി വേറെ ഫർദർ മെക്കാനിസം, വേറെ ഫർദർ അറേഞ്ച്മെൻ്റ് ഒന്നും കൊടുക്കാതെ ഈ ക്രാങ്കിനെ മാത്രം റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ കിട്ടും. ഓക്കെ, അതിവിടെ കിട്ടും. എന്നാൽ നമ്മൾ ഇൻഡെക്സ് പ്ലേറ്റ് ഉപയോഗിച്ചിട്ട്, ഇൻഡെക്സ് പ്ലേറ്റിൽ നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് സർക്കിൾസ് ഉണ്ടായിരിക്കും, സർക്കിൾസ് ഓഫ് ഹോൾസ് ഉണ്ടായിരിക്കും. ആ ഹോൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ഈക്വൽ നമ്പേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വർക്ക് പീസിനെ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ടൈപ്പ് ഇൻഡെക്സ് പ്ലേറ്റുകളാണ് കോമൺ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്. 2 ടൈപ്പ് ഇൻഡെക്സ് പ്ലേറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് ബ്രൗൺ ആൻഡ് ഷാർപ്പ് ഡിവൈഡിങ് ഹെഡ്, മറ്റേത് സിൻസിനാറ്റി ആൻഡ് പാർക്കിൻസൺ ഡിവൈഡിങ് ഹെഡ് എന്ന് പറയും. സിൻസിനാറ്റി ആൻഡ് പാർക്കിൻസൺ ഡിവൈഡിങ് ഹെഡ്. 2 ടൈപ്പ് ഹെഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സിമ്പിൾ അല്ലെങ്കിൽ പ്ലെയിൻ ഇൻഡെക്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ടൈപ്പ് ഇൻഡെക്സിങ് ഹെഡാണ്. ഇൻഡെക്സിങ് ഹെഡ് എന്ന് പറയുമ്പോൾ ആ ഇൻഡെക്സിങ് പ്ലേറ്റും അതിൻ്റെ അറേഞ്ച്മെൻറ്റുമാണ് മക്കളെ. അപ്പോൾ ഈ 2 ടൈപ്പിലും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിലുള്ള ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ ബ്രൗൺ ആൻഡ് ഷാർപ്പ് ഡിവൈഡിങ് ഹെഡിൽ 3 ആ ഒരു സിസ്റ്റം പ്രകാരം 3 തരത്തിലുള്ള ഇൻഡെക്സ് പ്ലേറ്റുകൾ നമുക്ക് കിട്ടും. 3 ഇൻഡെക്സ് പ്ലേറ്റ് ഉണ്ട്. ആദ്യത്തെ പ്ലേറ്റിലാണെങ്കിൽ 15, 16, 17, 18, 19, 20 അങ്ങനെ 20 ഹോളുകളുള്ള 15 ഹോളുകളുള്ള ഒരു സർക്കിള്, 15 ഹോളുകളുള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഇവിടെ ഇൻഡെക്സ് പ്ലേറ്റ് നമ്മൾ കണ്ടതാണ്. ഇതാണല്ലോ ഇൻഡെക്സ് പ്ലേറ്റ്. ഇൻഡെക്സ് പ്ലേറ്റിൽ നമ്മൾ പറഞ്ഞു കുറേ സർക്കിൾസ് ഓഫ് ഹോൾസ് ഉണ്ട് അല്ലേ? ഒരു സർക്കിളിൽ കാണാം കുറേ ഹോൾസുകൾ കൊടുത്തിട്ടുള്ളത്. അതാണ് ഇൻഡെക്സ് പ്ലേറ്റ്. ഇവിടെ ഈ ഇൻഡെക്സ് പ്ലേറ്റ് നമുക്ക് എന്താണ്? ബ്രൗൺ ആൻഡ് ഷാർപ്പ് സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം പ്രകാരം അതിൽ നമുക്ക് 3 പ്ലേറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തെ പ്ലേറ്റിൽ ഫസ്റ്റ് നമ്പർ 1 പ്ലേറ്റിൽ എന്താണ്? 15 ഹോളിൻ്റെ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും, പിന്നെ 16 ഹോളിൻ്റെ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും, 18 ഹോളിൻ്റെ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും, 19 ഹോളിൻ്റെ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും, 20 ഹോളിൻ്റെ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. ഇനി നമ്പർ 2 പ്ലേറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ 21 ഹോളിൻ്റെ സർക്കിളാണ് ആദ്യം ഉണ്ടാവുക, പിന്നെ 23, 27, 29, 31. ഓക്കെ, അപ്പോൾ അതിൽ ലാസ്റ്റത്തെ സർക്കിളിൽ എന്തുണ്ടായി? 31 ഹോൾസ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്പർ 3 പ്ലേറ്റ് ആണെങ്കിൽ 37, 39, 41, 43, 47, 49 അല്ലേ? ആ ഒരു നമ്പറിലാണ് അത് കിട്ടുക. അതിൽ 49 ഹോൾസ് ഉണ്ടായിരിക്കും. ഇനി മറ്റേ നമ്മൾ അടുത്ത സിസ്റ്റം എന്തായിരുന്നു? സിൻസിനാറ്റി ആൻഡ് പാർക്കിൻസൺ എന്ന് പറയുന്ന ആ ഒരു ഡിവൈഡിങ് ഹെഡ് മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം പ്രകാരം ഒരു പ്ലേറ്റ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. വലിയൊരു ലാർജ് പ്ലേറ്റ് ആണ് ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ 2 സൈഡിലും ഇതേപോലത്തെ ഇൻഡെക്സ് പ്ലേറ്റിൻ്റെ 2 സൈഡിലും എന്തുണ്ടാവും? ഹോൾസ് ഉണ്ടാവും. അതാണ് ഈ പാർക്കിൻസൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അവിടെ ഒരൊറ്റ വലിയൊരു ഇൻഡെക്സ് പ്ലേറ്റ് ആണ്. അതിൻ്റെ ഈ സൈഡിലും ഹോൾസ് ഉണ്ടാവും, അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഹോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലുള്ള ഹോൾ എന്ന് പറയുന്നത്, ഹോൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 24ലുള്ള ഒരു ഹോൾസ് ഉണ്ടായിരിക്കും, 25 എണ്ണമുള്ള ഉണ്ടാവും, 28, 30, 34, 37, 38, 39, 41, 42, 43 ഒരു സൈഡിൽ. ഇനി അപ്പുറത്തെ സൈഡിലാണെങ്കിൽ 46, 47, 49, 51, 53, 54, 57, 58, 59, 62, 66 അത്രയും ഹോൾസാണ് എന്ത് ചെയ്യുന്നത്? ഈ സൈഡിൽ ഉണ്ടാവുക. അപ്പോൾ 2 ടൈപ്പ് അത് ഓർത്തിരിക്കുക. ഈ നമുക്ക് പ്ലെയിൻ ഇൻഡെക്സിങ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻഡെക്സിങ് ചെയ്യാൻ
രണ്ട് ടൈപ്പ് ഇൻഡെക്സിങ് ഹെഡ് മെക്കാനിസം അല്ലെങ്കിൽ രണ്ട് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ബ്രൗൺ ആൻഡ് ഷാർപ്പ് ഡിവൈഡിങ് ഹെഡ്, മറ്റേത് എന്താണ് സിസിനാറ്റി ആൻഡ് പാർക്കിൻസൺ ഡിവൈഡിങ് ഹെഡ്. ഇനി എന്തിനാണ് ഇൻഡെക്സ് പ്ലേറ്റിൽ ഈ നമ്പർ ഓഫ് ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സിമ്പിളി ആദ്യം റാപ്പിഡ് ഇൻഡെക്സിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഏതൊരു ഇൻഡെക്സിങ് മെക്കാനിസം ആയാലും അതിനൊരു പർട്ടിക്കുലർ റൂൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ റാപ്പിഡ് ഇൻഡെക്സിങ്ങിലാണെങ്കിൽ അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഡയറക്റ്റ് ഇൻഡെക്സിങ്ങിലാണെങ്കിൽ ഇൻഡെക്സിങ്ങിൻ്റെ റൂൾ എന്ന് പറയുന്നത് 24/n ആയിരുന്നു. ഈ n എന്ന് പറയുന്നത് എന്താണ്, എത്ര നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആണ് നമ്മുടെ ക്രാങ്കിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എത്ര നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആണ്, സോറി n എന്ന് പറയുന്നത് എന്താണ്, അതല്ല n എന്ന് പറയുന്നത് എന്താണ്, എത്ര ഈക്വൽ ഡിവിഷൻ ആയിട്ടാണോ നമ്മളെ വർക്ക് പീസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. നമ്മളെ വർക്ക് പീസിൻ്റെ ഔട്ടർ പെരിഫറിനെ എത്ര ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആയിട്ടാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്, അതാണ് n. ഓക്കെ, അപ്പോൾ ഈ 24/n എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും, 4 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻഡെക്സിങ്ങിൽ ആ 4ൻ്റെ മീനിങ് എന്താണ്, എത്ര നമ്പർ ഓഫ് ഹോൾസ് ആണ് അവിടെ നമ്മൾ മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതാണ് ഡയറക്റ്റ് ഇൻഡെക്സിങ്ങിൻ്റെ റൂള്. എന്നാൽ ഇവിടെ വേറെ റൂളാണ്, സിമ്പിൾ ഇൻഡെക്സിങ്ങിന് അല്ലെങ്കിൽ പ്ലെയിൻ ഇൻഡെക്സിങ്ങിന് വേറെ റൂളാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, എന്താണ് ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻ്റ് ആണ്. അവിടെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് ഇൻഡെക്സ് പ്ലേറ്റിലുള്ള ഹോൾസിൽ എത്ര ഹോൾസ് നമ്മൾ മൂവ് ചെയ്യണം എന്നായിരുന്നു, നമ്പർ ഓഫ് ഹോൾസ് ടു ബി മൂവ്ഡ് എന്നായിരുന്നു നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റ് എത്രയാണ് എന്നുള്ളതാണ് ഈ റൂള് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അതിൽ കൂടാതെ ഈ നമ്പർ ഓഫ് ഹോൾസും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ കണ്ടുപിടിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ പറഞ്ഞു തരാം, എങ്ങനെയാണ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ റൂൾ എന്താണ്, പ്ലെയിൻ ഇൻഡെക്സിങ്ങിൻ്റെ അല്ലെങ്കിൽ സിമ്പിൾ ഇൻഡെക്സിങ്ങിൻ്റെ റൂൾ എന്താണ്, റൂൾ എന്ന് പറയുന്നത് ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റ്, എത്ര ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കണം, അതായത് നമ്മൾ ആ ക്രാങ്ക് എത്ര വട്ടം റൊട്ടേറ്റ് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 40/n. n എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എത്ര വട്ടമാ, n എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വർക്ക് പീസിൻ്റെ ഔട്ടർ പെരിഫറി അല്ലെങ്കിൽ സർക്കംഫറൻസ് എത്ര ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം, അതാണ് എന്ത് ചെയ്യാൻ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് റിക്വയർഡ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ പറഞ്ഞു തരാം ഈ ഭാഗം കേട്ടോ, എക്സാമ്പിൾ വെച്ച് പറയാം, അതാവും ഒന്നും കൂടി ക്ലിയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 40, നമുക്കിപ്പോൾ നമ്മുടെ ഔട്ടർ പെരിഫറി എന്ന് പറയുന്നത് ഒരു 10 ഈക്വൽ ഡിവിഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 10 ഈക്വൽ ഡിവിഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്, 10. അപ്പോൾ 40/10 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 4. ഈ 4 എന്ന് പറഞ്ഞാൽ കിട്ടിയത് എന്താണ്, ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റ്. അതായത് നമ്മൾ ആ ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ക്രാങ്കിനെ, ഈ പറയുന്ന ക്രാങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, 4 വട്ടം കറക്കണം. ആദ്യം ഒരു വട്ടം കറക്കും, ആദ്യം ഒരു വട്ടം കറക്കിയിട്ട് എന്ത് ചെയ്യും, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു വർക്ക് പീസ് നമ്മൾ ഈ വേം വീലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചിട്ട് ഒരു പർട്ടിക്കുലർ കട്ട് അവിടെ എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഈ പറയുന്ന ഹാൻഡിൽ ഇതിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യും, ഈ സ്പിൻഡിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ലോക്ക് ചെയ്യും. എന്നിട്ട് ഇതിനെന്ത് ചെയ്യും, അടുത്ത ഒരു കറക്കം കൊടുക്കും. ഓക്കെ, ഇതിനെന്ത് ചെയ്യും, അടുത്തൊരു കറക്കം കൊടുക്കും, 4 വട്ടം അടുത്ത ഒരു കറക്കം കൊടുക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, അടുത്ത ഫേസ് കട്ട് ചെയ്യും. അങ്ങനെ 4 വട്ടം നാല് കംപ്ലീറ്റ് റവല്യൂഷൻ ഈ ക്രാങ്ക് കറങ്ങുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 10 ഈക്വൽ ഡിവിഷനായിട്ട് അല്ലെങ്കിൽ 10 ഈക്വൽ പാർട്ടായിട്ട് അവിടെ മില്ലിംഗ് കട്ടർ എന്ത് ചെയ്യും, അവിടെ കട്ടെടുക്കും. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നമുക്ക് എന്താണെന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. If 40/n gives a whole number, the crank should be rotated through the number of turns equal to the derived whole number. അതായത് 40/n എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സിമ്പിൾ വോൾ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ അത്രയും വട്ടമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ക്രാങ്കിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്.
എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന നമ്പർ ഓഫ് ഡിവിഷൻസിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഇഫ് ഇറ്റ് ഗീവ്സ് എ ഹോൾ നമ്പർ ആൻഡ് ഫ്രാക്ഷൻ, ഇപ്പം നമുക്കിത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 40/9 കൊടുത്താൽ നമുക്കറിയാം എത്ര വരിക, 3 9 27, 4 9 36, 5 9 45. അപ്പം 4 സംതിങ് ആണ് കിട്ടുക അല്ലേ, ഒരു ഫ്രാക്ഷൻ ആണ് അവിടെ കിട്ടുക, ഹോൾ നമ്പർ ആൻഡ് ഫ്രാക്ഷൻ. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ന്യൂമറേറ്ററും അതുപോലെ തന്നെ ഡിനോമിനേറ്ററും, ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യണം, ഇറ്റ് മേ ബി മൾട്ടിപ്ലൈഡ് വിത്ത് എ സ്യൂട്ടബിൾ കോമൺ നമ്പർ സോ ദാറ്റ് ദ ഡിനോമിനേറ്റർ ഈക്വൽ ടു the number of holes in the index plate circle and the numerator indicates the number of holes to be moved by the index crank in the whole circle. എന്താണെന്നുള്ളത് എക്സാമ്പിൾ വെച്ച് പറയാം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു ഡിവൈഡിങ് ഹെഡ്, പ്ലെയിനിൻ്റെ ഡിവൈഡിങ് ഹെഡ് എന്ത് ചെയ്യണം, അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 30 ടീത്തുള്ള, ശ്രദ്ധിക്കുക, 30 ടീത്തുള്ള ഒരു സ്പർ ഗിയർ കട്ട് ചെയ്യണം. ഒരു സ്പർ ഗിയർ എന്ത് ചെയ്യണം, നമുക്ക് കട്ട് ചെയ്യണം. സ്പർ ഗിയർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഗിയർ. ഇതാണ് നമ്മുടെ വർക്ക് പീസ്. ഇതിലൊരു 30 ടീത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. 30 ടീത്ത് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതിനെ 30 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഈ വർക്ക് പീസിന് 30 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റൊട്ടേറ്റ് ചെയ്യാൻ നമ്മളെ ആ ഇൻഡെക്സിങ് ഹെഡ് ഉപയോഗിച്ചിട്ട് കഴിയണം. 30 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ ആദ്യത്തെ ഇതിൽ കട്ട് ചെയ്ത് കിടന്ന് കഴിഞ്ഞിട്ട് അടുത്ത റൊട്ടേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യാൻ പാടുള്ളൂ, അടുത്ത ടീത്തിക്കേ വരാൻ പാടുള്ളൂ, അല്ലാതെ ഇപ്പുറത്തേക്ക് വരാനൊന്നും പാടില്ല അല്ലേ. കറക്റ്റ് ഈക്വൽ ആയിട്ട് 30 ഈക്വൽ ഡിവിഷനായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് റൂൾ അറിയാം. റൂൾ എന്താണ്, 40 ഡിവൈഡഡ് ബൈ n ആണ്. 40 ഡിവൈഡഡ് ബൈ n ആണ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 30 അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 0 പോയി 4/3 എന്ന് കിട്ടും അല്ലേ. 4/3 നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം ഇല്ലേ. ഇങ്ങനെ എഴുതിക്കൂടെ, 1/3 എന്ന് എഴുതിക്കൂടെ. 1/3 എന്ന് പറഞ്ഞാൽ എന്താ, 1 × 3 + 1 അല്ലേ. അന്ന് എന്താ 4/3 തന്നെയാണ്. 4/3 നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ മാറ്റി എഴുതിയില്ലേ, 1/3 എന്ന് മാറ്റി എഴുതി. ഇതിൽ ശ്രദ്ധിക്കുക, 1/3 എന്ന് നമ്മൾ മാറ്റി എഴുതി. ഇനി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ 3 അല്ല, ഇവിടെ 7 ആണ് കേട്ടോ. 7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരു കോമൺ നമ്പർ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് 7 അല്ലേ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു, നമുക്ക് 2 സിസ്റ്റമാണുള്ളത്, ബ്രൗൺ ആൻഡ് ഷാർപ്പ് സിസ്റ്റവും അതുപോലെ തന്നെ ആ പാർക്കിൻസൺ സിസ്റ്റവും. അതിൽ നമ്മൾ പറഞ്ഞു ഓരോ സിസ്റ്റത്തിലും ഡിഫറെൻ്റ് ഇൻഡെക്സ് പ്ലേറ്റുകളുണ്ട്. ആ ഇൻഡെക്സ് പ്ലേറ്റുകളിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഹോൾസ് കാണാം അല്ലേ. പിന്നെ നമ്മുടെ ബ്രൗൺ ആൻഡ് ഷാർപ്പ് സിസ്റ്റം ആണെങ്കിൽ അതിൽ 15, 16, 17, 18, 29, 19, 20 അതാണുള്ളത്. അതുപോലെ തന്നെ നമ്പർ 2 പ്ലേറ്റ് ആണെങ്കിൽ 21, 23, 27, 29, 33 അങ്ങനെയുള്ള ഹോൾസുകളാണ് അതിലുള്ളത്. നമ്പർ 3 പ്ലേറ്റ് ആണെങ്കിൽ 37, 39, 41, 43, 47, 49. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ നോക്കുക. ഇതിലിപ്പോൾ നമുക്കിപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ ഇപ്പോൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 17/21 എന്നാണ് നമുക്ക് കിട്ടുക. 17/21. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ അപ്പോൾ നമ്മൾ ഈ ഒരു 30 ഈക്വൽ ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ മാറ്റി എഴുതിയില്ലേ. ഈ റൂള് പ്രകാരം ഇങ്ങനെ മാറ്റി എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ മീനിങ് എന്താണ്? 1 കംപ്ലീറ്റ് ടേൺ ആൻഡ് 7 holes in 21 hole circle of the index plate will have to be moved by the index crank. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ
ഇതാണ് നമ്മുടെ ഇൻഡെക്സ് പ്ലേറ്റ്. ഇപ്പോൾ നമുക്ക് അവിടെ കണ്ടിരുന്നു 17/21 എന്നാണ് നമുക്ക് അവിടെ കിട്ടിയത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ 30 ഈക്വൽ ഡിവിഷൻ ആയിട്ടാണ് നമ്മളെ വർക്ക് പീസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. 30 ഈക്വൽ ഡിവിഷൻ ആയിട്ടാണ് നമുക്ക് വർക്ക് പീസിന് എന്ത് ചെയ്യേണ്ടത്, റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ 30 എണ്ണമായിട്ട് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ വർക്ക് പീസിനെ ശ്രദ്ധിക്കുക, ഈ ഒരു ഇൻഡെക്സ് ക്രാങ്കിനെ ഒരു കംപ്ലീറ്റ് ടേൺ ചെയ്യണം. ആദ്യം ഈ ഇൻഡെക്സ് ക്രാങ്കിനെ എന്ത് ചെയ്യണം, ഒരു കംപ്ലീറ്റ് ടേൺ ചെയ്യണം. പിന്നെ അത് കൂടാതെ 21 ഹോൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൗൺ ആൻഡ് ഷാർപ്പ് സിസ്റ്റത്തിൽ നമ്പർ 2 പ്ലേറ്റിലാണ് 21 ഹോൾ സർക്കിൾ വരുന്നത്. അപ്പോൾ 21 ഹോൾ സർക്കിൾ അപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ 21 ഹോൾ സർക്കിൾ, അതായത് 21 ഹോൾസ് വീതമുള്ള ആ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. അത് വരുന്നത് എന്തിലാണ്, ബ്രൗൺ ആൻഡ് ഷാർപ്പ് സിസ്റ്റത്തിൽ നമ്പർ 2 പ്ലേറ്റിലാണ് ആ ഒരാൾ വരുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം ആ 21 ഹോള് എവിടെയാണ്, 21 ഹോൾസ് കറസ്പോണ്ടിങ് ഏത് സിസ്റ്റത്തിലാണ് വരുന്നത്, ആ സിസ്റ്റത്തിലുള്ള പ്ലേറ്റ് എടുക്കുക. ആ 21 ഹോൾസിലുള്ള പ്ലേറ്റ്, ആ പ്ലേറ്റിൽ ആ 21 ഹോൾസിലുണ്ടല്ലോ, അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ഈ ക്രാങ്ക് പിന്നിനെ അല്ലെങ്കിൽ ഇൻഡെക്സ് പിന്നിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു സെക്ടർ ആം നിങ്ങൾക്ക് കാണാം, സെക്ടർ ആം. ആ സെക്ടർ ആമിൽ എന്ത് ചെയ്യാം, ഇവിടെ അതിൻ്റെ നമ്മളെ ഹോളിലേക്ക് എന്ത് ചെയ്യും, ആദ്യം ഈ പിന്നിനെ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഈ സെക്ടർ ആം ഇവിടെ വയ്ക്കും. എന്നിട്ട് അടുത്ത ഈ ആമിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാൻ പറ്റും. ഈ ആമിനെ നമ്മൾ മൂവ് ചെയ്യിക്കും. മൂവ് ചെയ്യിക്കൽ എങ്ങനെയാണ്, ഇവിടെ നമുക്ക് അടുത്തൊരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 7 ഹോളാണ്. 7 ഹോളുകളാണ് അടുത്തതായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് 1 2 3 4 5 6 7 ഈ 7 വെച്ചിട്ട് നമ്മളെ സെക്ടർ ആം ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെക്ടർ ആമിനെ ഇങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കംപ്ലീറ്റ് സാധനത്തിന് ഒരു റൊട്ടേഷൻ കൊടുക്കും. ആദ്യം ഈ കംപ്ലീറ്റ് സാധനത്തിന് എന്ത് ചെയ്യും, ഒരു റൊട്ടേഷൻ കൊടുക്കും. ഒരു റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിനുശേഷം ഈ 21 ഹോൾ സർക്കിളുള്ള പ്ലേറ്റിൽ എന്നുള്ള അതിന് എന്ത് ചെയ്യണം, 7 ഹോൾസ് എന്ത് ചെയ്യണം, 7 ഹോൾസ് മാറിയിട്ട് വേണം ഈ ക്രാങ്കിനെ നമ്മൾ മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്യും, ഇത് കുറച്ചും കൂടി കറങ്ങും. ഓക്കെ, അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ഇയാളെ വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത്, ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു റൂള് പ്രകാരമുള്ള ആളെ നമ്മൾ കണ്ടുപിടിക്കും. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് 17/21 എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ ഈ 21 ഹോൾ സർക്കിളുള്ള ഇൻഡെക്സ് പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ആ 21 ഹോൾ സർക്കിളുള്ള ഇൻഡെക്സ് പ്ലേറ്റിൽ എടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഈ ക്രാങ്ക് പിന്നിനെ കൊണ്ട് വെക്കും. എന്നിട്ട് ഈ ക്രാങ്കിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യും. ഒരു വട്ടം കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യും. ഒരു വട്ടം കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഈ ക്രാങ്കിനെ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യും, ഈ പിന്നിനെ ആ ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഒരു 7 ഹോള് അവിടെ ആ പിന്നെ ആ ഹോളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് 7 ഹോള് മാറുക. 7 ഹോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണുക, 1 2 3 4 5 6 7. ആ 7ാമത്തെ ഹോളിലേക്ക് എന്ത് ചെയ്യണം, ഈ ക്രാങ്കിനെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യും, അത് ഈ ക്രാങ്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ കറക്കണമല്ലേ, കറങ്ങിയാലേ അത് ഇങ്ങോട്ട് എത്തുള്ളൂ. അപ്പോഴും എന്ത് ചെയ്യും, ഒരു റൊട്ടേഷൻ കിട്ടും. ഓക്കെ, ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് 30 ഈക്വൽ ഡിവിഷൻ ആണെങ്കിൽ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് കിട്ടാൻ 1/30 ഡിവിഷൻ, 30ൽ ഒരു ഡിവിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഒരു ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റ്, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആദ്യം നടത്തണം. അതാണ് ഈ 1 എന്ന് പറയുന്നത്, ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് റെവല്യൂഷൻ. അതിനുശേഷം ഈ ഇൻഡെക്സ് ക്രാങ്ക് 21 ഹോൾ സർക്കിളുള്ള ആ ഹോളിൽ 7 ഹോൾസ് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ 30 ഈക്വൽ ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതിൽ ഒരു ഡിവിഷൻ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ 30 വട്ടം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, 30 ഈക്വൽ ഡിവിഷനായിട്ട് നമ്മുടെ സർക്കിളിനെ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പീസിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു കട്ട് നമ്മളെ വർക്ക് പീസ് ഒരു ടീത്ത് എന്ത് ചെയ്യും, ഗിയർ ടീത്ത് കട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വർക്കിനെ ആദ്യം ഈ ഇൻഡെക്സ് റാങ്ക് ഉപയോഗിച്ചിട്ട് ഒരു വട്ടം കറക്കും. അതിനുശേഷം 21 ഹോൾ സർക്കിളുള്ള ആ പ്ലേറ്റിൽ ക്രാങ്കിന് 7 ഹോൾസ് എന്ത് ചെയ്യും, ഒന്ന് മൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അത് തൊട്ടടുത്ത്
ടീത്തിൻ്റെ അവിടെ എത്തും. എന്നിട്ട് നമ്മൾ മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ കട്ട് ചെയ്യും. വീണ്ടും അടുത്ത ടീത്ത് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ഇയാളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വട്ടം കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യണം. അതിനുശേഷം 7 ഹോൾസ് എന്ത് ചെയ്യണം, 21 ഹോൾ സർക്കിളുള്ള പ്ലേറ്റിൽ 7 ഹോൾസ് എന്ത് ചെയ്യണം, ഇയാളെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മൂവ് ചെയ്യിക്കണം. അങ്ങനെ അടുത്ത ടീത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ മില്ലിംഗ് കട്ടർ വെച്ചിട്ട് അവിടെ അടുത്ത ടീത്ത് കട്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഈ ഓരോ മൂവ്മെൻറ്റിനനുസരിച്ചും ഇവിടെ ഈ കാണുന്ന ഓരോ മൂവ്മെൻറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ വർക്ക് പീസ് ഇങ്ങനെ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മളെ കട്ടറിൻ്റെ താഴെ വന്ന് നിൽക്കും. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. സോ സിമ്പിൾ ഇൻഡെക്സിങ് അല്ലെങ്കിൽ പ്ലെയിൻ ഇൻഡെക്സിങ്ങിൽ ആ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് 40/n. n എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഡിവിഷൻസ് ആണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുക, ഇതിപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വോൾ നമ്പറാണ്, ഫ്രാക്ഷൻ ഒന്നും ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ ജസ്റ്റ് അത്രയും വട്ടം എന്ത് ചെയ്താൽ മതി, ആ ക്രാങ്കിനെ നമ്മൾ കറക്കിയാൽ മതി, ഇൻഡെക്സ് ക്രാങ്കിനെ നമ്മൾ കറക്കിയാൽ മതി. അല്ല നിങ്ങൾക്ക് അവിടെ ഒരു ഫ്രാക്ഷൻ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സിസ്റ്റം പ്രകാരം ബ്രൗൺ ആൻഡ് ഷാർപ്പ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ പാർക്കിൻസൺ ആൻഡ് ആ ഒരു സിസ്റ്റം ഉണ്ട്, പാർക്കിൻസൺ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ഏതെങ്കിലും ആ സിസ്റ്റത്തിൽ ഏതെങ്കിലും വരുന്ന നമ്പർ ഓഫ് ഹോൾസ്, ഇപ്പോൾ ഇവിടെ നമുക്ക് 21 എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹോൾസ് ഇവിടെ വരുന്നുണ്ട് ഇതിൽ ബ്രൗൺ ആൻഡ് ഷാർപ്പ് സിസ്റ്റത്തിൽ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെക്കൊണ്ട് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് സിസ്റ്റമാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ബ്രൗൺ ആൻഡ് ഷാർപ്പ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 21 ഹോൾസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ 1 × 7 3 × 7 എന്ന് കൊടുത്തത്. ഓക്കെ, കാരണം അതാണ് നമുക്ക് കോമൺ ആയിട്ട് ആ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലേ ഈ ബ്രൗൺ ആൻഡ് ഷാർപ്പ് സിസ്റ്റത്തിലുള്ള ഈ ഏതെങ്കിലും അവിടെ കുറേ നമ്പർ ഓഫ് ഹോൾസ് ഉള്ള പ്ലേറ്റുകളുണ്ട്, അതിൽ 21 ഹോൾസ് ഉള്ള പ്ലേറ്റ് 21 ഹോൾസ് ഉള്ളതെങ്കിലും നമുക്ക് കിട്ടാനുള്ള കാരണം എന്താണ്, ആ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അല്ലാതെ നമ്മൾ വേറെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യില്ല, അവിടെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കോമൺ നമ്പർ കൊണ്ട് ഈ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂമറേറ്റർ തരുന്നത് എന്താണ്, ന്യൂമറേറ്റർ തരുന്നത് എത്ര ഹോൾസ് ആണ് അവിടെ നമ്മൾ മൂവ് ചെയ്യേണ്ടത്, ആ ഇൻഡെക്സ് പ്ലേറ്റിലുള്ള ഹോൾ സർക്കിളിലുള്ള ഹോൾസിൽ എത്ര ഹോൾസ് ആണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അതുപോലെ അടിയിലുള്ള ഡിനോമിനേറ്റർ എന്താ തരുന്നത്, ഡിനോമിനേറ്റർ തരുന്നത് എത്ര ഹോൾ സർക്കിളാണ് എന്നുള്ളതാണ്. ഓക്കെ, ആ ഇൻഡെക്സ് പ്ലേറ്റിൽ ഞാൻ പറഞ്ഞു കുറേ നമ്പർ ഓഫ് ഹോൾസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ബ്രൗൺ ആൻഡ് ഷാർപ്പ് പ്ലേറ്റിലാണെങ്കിൽ നമ്പർ 2 പ്ലേറ്റിൽ തന്നെ 21 ഹോൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ 23 24 അങ്ങനെ ഉണ്ട്. ഇതാക്കണം, ഈ കാണുന്ന ആണല്ലേ, അതിൽ എന്താണ് ബ്രൗൺ ആൻഡ് ഷാർപ്പ് സിസ്റ്റത്തിൽ രണ്ടാമത്തെ പ്ലേറ്റിൽ എന്താണ് 21 ഹോൾസ് ഉണ്ടായിരിക്കും ആദ്യം. പിന്നെ ഇവിടെ 23 27 29 31 33 അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം പ്രകാരം നമ്മൾ ചെയ്താൽ 21 ഹോൾസാണ് നമുക്ക് ആദ്യം വെച്ച് കിട്ടുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്, എത്ര ഹോൾസാണ് ഉണ്ടായിരിക്കുക, എത്ര ഹോൾസ് വരുന്ന സർക്കിളിലാണ് നമ്മൾ ഇൻഡെക്സ് ക്രാങ്ക് കൊണ്ടുവയ്ക്കേണ്ടത്. ഈ ക്രാങ്ക് എത്ര ഹോൾസ് ഉള്ള സർക്കിളിലാണ് കൊണ്ടുവയ്ക്കേണ്ടത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ആ ഡിനോമിനേറ്റർ തരുന്നത്. അതിൻ്റെ മുകളിലുള്ള ന്യൂമറേറ്റർ എന്താ തരുന്നത്, ആ ഹോൾസിൽ എത്ര ഹോൾസ് നമ്മളെ ക്രാങ്ക് മൂവ് ചെയ്യണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അയാൾ തരുന്നത്. ഓക്കെ, അതുപോലെ ഈ പറയുന്നതോ, ഇത് എത്ര വട്ടമാണ് നമ്മളെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എത്ര വട്ടം റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പ്രകാരം എന്ത് ചെയ്യണം, ഒരു വട്ടം ഇയാൾ റൊട്ടേറ്റ് ചെയ്യണം, കംപ്ലീറ്റ് ക്രാങ്ക് ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യണം. അതിനുശേഷം 21 ഹോൾ സർക്കിളുള്ള പ്ലേറ്റിൽ ഒരു 7 ഹോൾസ് കൂടി എന്ത് ചെയ്യണം, മൂവ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, 1/30 എന്ന് പറയുന്ന, അതായത് 30-ലെ ഒരു ഡിവിഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ 2 ഡിവിഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും എന്ത് ചെയ്യണം, 2 ടൈംസ് അല്ലേ, അടുത്ത വീണ്ടും എന്ത് ചെയ്യണം, ഒരു വട്ടം കൂടി റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇൻഡെക്സിങ് നടക്കുക. അപ്പോൾ ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി സ്പാർക്ക് ഗിയർ കട്ടിങ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ജസ്റ്റ് ഞാനെന്നാൽ
സൈസ് ഓഫ് മില്ലിംഗ് മെഷീൻ, എങ്ങനെയാണ് നമ്മളൊരു മില്ലിംഗ് മെഷീൻ്റെ സൈസ് പറയുക, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഒരു മില്ലിംഗ് മെഷീൻ്റെ സ്പെസിഫിക്കേഷൻ പറയും. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നീ ടൈപ്പ്, ശ്രദ്ധിക്കുക, നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീന് അതെങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി അത് ഡെസിഗ്നേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വർക്കിംഗ് സർഫസിൻ്റെ ഡയമെൻഷനാണ്, അല്ലെങ്കിൽ നമ്മളെ ടേബിളിൻ്റെ ഡയമെൻഷൻ, അതിലുണ്ടാവില്ല വർക്ക് പീസ് വെക്കാനുള്ള ടേബിളിൻ്റെ ഡയമെൻഷൻ അത് പറയും. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ലോഞ്ചിറ്റ്യൂഡിനൽ, അതുപോലെ തന്നെ ക്രോസ്, വെർട്ടിക്കൽ ട്രാവൽ ഓഫ് ദി ടേബിളിന് നമുക്ക് എത്രത്തോളം ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് മൂവ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ ക്രോസ് ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും, അതുപോലെ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, അതാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഈ രണ്ട് കാര്യങ്ങളാണ് പറയുക. ഒന്ന് ആ ടേബിളിൻ്റെ സൈസ് പറയും, വർക്കിംഗ് സർഫസ് ആ ടേബിളിൻ്റെ സൈസ് പറയും. പിന്നെ ഈ ടേബിളിനെ എത്രത്തോളം ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയും. ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുകയാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് എത്രത്തോളം ചെയ്യാൻ കഴിയും, വെർട്ടിക്കൽ മൂവ്മെൻറ്റ് എത്രത്തോളം ചെയ്യാൻ കഴിയും, പിന്നെ ക്രോസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ ക്രോസ് മൂവ്മെൻറ്റ് എത്രത്തോളം ചെയ്യാൻ കഴിയും. അതാണ് നോർമലി ഒരു കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീനിൽ മെയിനായിട്ട് വരുന്ന സ്പെക്ക് എന്ന് പറയുന്നത്, സൈസ് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യും, എത്ര സ്പിൻഡിൽ സ്പീഡാണ് നമ്മളെ മില്ലിംഗ് മെഷീനിൽ ഉണ്ടായിരിക്കുക. നമുക്കറിയാം, നമുക്ക് എല്ലാ മെഷീനിലും മില്ലിംഗ് മെഷീനിലും എന്നുള്ള ഒരു സ്പിൻഡിലുണ്ട്. ആ സ്പിൻഡിലാണ് നമ്മളെ കട്ടർ ഉള്ളത് അല്ലേ. അപ്പോൾ ആ കട്ടറിൽ നമുക്ക് എത്ര ഡിഫറൻറ്റ് സ്പീഡ് കൊടുക്കാം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. അതാണ് നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ്, എത്ര സ്പീഡിൽ കറക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പിൻഡിൽ നോസ് ടേപ്പർ, സ്പിൻഡിൽ നമ്മുടെ മില്ലിംഗ് മെഷീൻ്റെ ഹബിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചത് ഒരു പർട്ടിക്കുലർ ടേപ്പർ ഉപയോഗിച്ചിട്ടാണ്. ആ സ്പിൻഡിൽ നോസ് ടേപ്പർ എത്രയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ എത്ര പവറാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അവിടെ ഉപയോഗിക്കുന്ന മോട്ടർ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് സ്പിൻഡിലിനെ കറക്കാൻ മോട്ടർ വേണമല്ലോ, അപ്പോൾ പവർ അവൈലബിൾ, അതുപോലെ തന്നെ എത്ര ഫീഡിൽ നമുക്ക് വർക്കിലേക്ക് മില്ലിംഗ് കട്ടറിനെ ഫീഡ് ചെയ്യാൻ പറ്റും, അതാണ് നമ്പർ ഓഫ് ഫീഡ്സ്. അതുപോലെ തന്നെ ഫ്ലോർ സ്പേസ്, ഈ ഒരു മില്ലിംഗ് മെഷീൻ വെക്കാൻ നമ്മുടെ ഫ്ലോറിൽ എത്ര സ്പേസ് വേണം, ഈ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഈ സൈസ് ഓഫ് മില്ലിംഗ് മെഷീനിൽ പറയണം. അപ്പോൾ എന്തൊക്കെ കാര്യം പറയണം, ഒരു കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് സർഫസ് അല്ലെങ്കിൽ ആ ടേബിളിൻ്റെ വർക്കിംഗ് സർഫസ് എത്രത്തോളം, അതിൻ്റെ ഡയമെൻഷൻ പറയണം. കൂടാതെ ടേബിളിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ്, വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, ക്രോസ് മൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് അവിടുത്തെ സ്പിൻഡിലിൽ എത്രത്തോളം നമ്പർ ഓഫ് സ്പീഡ്സ് അവൈലബിൾ ആണ്, സ്പിൻഡിൽ നോസ് ടേപ്പർ, പവർ അവൈലബിൾ, എത്ര പവറുള്ള മോട്ടറാണ് ഉപയോഗിക്കുന്നത്, പവർ അവൈലബിൾ, ഏതൊക്കെ ഫീഡുകളിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, നമ്പർ ഓഫ് ഫീഡ്സ്, അതുപോലെ തന്നെ ഫ്ലോർ സ്പേസ് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.